പള്ളിക്കത്തോട് ഇളംപള്ളിയിലാണ് മകൻ അമ്മയെ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വീടിൻ്റെ സമീപത്താണ്. കൊല്ലപ്പെട്ട സിന്ധു, അവരുടെ സഹോദരി ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ്. ഈ മകൻ നിരന്തരമായി ഈ അമ്മയെ ആക്രമിക്കുകയും തെറി പറയുകയും ഒക്കെ ചെയ്യുന്ന സംഭവ വികാസങ്ങളുണ്ടായിരുന്നു. ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചീത്തവിളി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചതുള്ള ഇത് പോണക്കുള്ള രോഗോപദ്രവം ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെയാണ് ഇത് പോണക്കുള്ളത് അവൻ കരുതി കൂട്ടി ചെയ്തതായിരിക്കണം. അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. കാരണം അവന് കൊല്ലണമെന്നുള്ള രീതിയിൽ ചെയ്തതാണ്. ഇല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവർ തമ്മിൽ എന്താ പറഞ്ഞ് വശികയെന്നൊന്നും നമുക്കറിയത്തില്ല. എന്താ ഈ പയ്യൻ ഈ അരവിന്ദ് നേരത്തെ മുതലേ ലഹരിക്കടിമയായിരുന്നു. എത്ര കാലമായിട്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ട്? ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. സ്ഥിരമായിട്ട് അതങ്ങ് ഇതായി. കോളേജിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും പിന്നെ കോളേജിൽ കയറാതായി. അങ്ങനെ അറ്റൻഡൻസ് കുറഞ്ഞു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങുമായിരുന്നു. പരീക്ഷ എഴുതുന്നൊന്നും എഴുതാൻ മേലാതെ പിന്നെ തിരിച്ചിറങ്ങുമായിരുന്നു. പിന്നെ ഇവൻ വന്നു കഴിഞ്ഞ് JCB ഓടിക്കാൻ പോയി. അങ്ങനെ പിന്നെ ഇവന് അന്നേരപ്പത്തേനും അന്ന് കൂടുതലായി JCB കൂടെ ഓടിക്കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ അവളെ സംബന്ധിച്ച് അവളൊന്നും പറയത്തില്ല. വായും കൊണ്ട് എന്തെങ്കിലും 2 ചീത്ത പറഞ്ഞ് അങ്ങനെ ഒരു ഭാഗത്തേ ഉള്ളൂ. അല്ലാതെ തല്ലാനൊന്നും അവൾ നിൽക്കത്തില്ല. പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുമായിരുന്നു. എന്ത് പഠിച്ചാണ് ഈ അരവിന്ദ്? അരവിന്ദ് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ BEdന് പോയി. 2 വർഷം കഴിഞ്ഞ് 2 വർഷം പോയി. അത് കഴിഞ്ഞ് പിന്നെ അത് പൂർത്തി കംപ്ലീറ്റ് ചെയ്തില്ല. എത്ര പേരാണ് ഇവർ മക്കള്? 2 ആൺപിള്ളേർ. ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരാൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. ഈ 2 മക്കളെ ഈ അമ്മ ലോട്ടറി വിൽപ്പന നടത്തിയാണോ? വിൽപ്പനയും കൂലിവേലയ്ക്ക് പോയി വീട്ടുജോലിക്കും ഒക്കെ പോയാണ്. നേരത്തെയൊക്കെ വീട്ടു ജോലിക്കായിരുന്നു അവൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ലോട്ടറി വിൽപ്പന തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായതേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒരു വീട്ടിൽ പോയി ജോലി ചെയ്യാനുള്ള ആവതില്ലാന്നായിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഈ ലോട്ടറി എടുത്ത് വിൽപ്പന തുടങ്ങി. അങ്ങനെ ആരോഗ്യമില്ലാഞ്ഞപ്പോഴും സ്വന്തമായി കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി ഈ മക്കൾക്ക് കൊടുക്കുക. കാരണം അവിടെ ചിലവെങ്കിലായിരുന്നു ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ വരെ അവിടെ കൊണ്ടു കൊടുത്ത ആഹാരമാണ് അവൻ കഴിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ അവൻ കൊണ്ടു കൊടുത്തല്ല കഴിച്ചിരുന്നത്. ഈ അരവിന്ദിന്റെ അച്ഛൻ സിന്ധുവിന്റെ ഭർത്താവ് ഇല്ലായിരുന്നു, എന്താണ്? മരിച്ച അറ്റാക്ക് വന്ന് മരിച്ചു പോയതാ. 20 വർഷം മേളിലായി. മക്കൾ മരണപ്പെട്ടതിന് ശേഷം ഈ അമ്മയാണ് ഈ മക്കളെ വളർത്തിയത്. അമ്മയാണ് വളർത്തിയത്. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഒരു സ്ത്രീ തന്നെ അന്ന് ഇപ്പോഴാണ് നമുക്ക് സ്ത്രീകൾക്ക് ജോലി കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അന്നെന്ന് പറഞ്ഞാൽ ഇല്ല, നമുക്ക് ജോലിയൊന്നും ഇല്ല. എന്നാലും ആ അമ്മ പോയി കൂലിപ്പണിക്ക് പോയി ഈ കുഞ്ഞുങ്ങളെ 19 വയസ്സിൽ തൊട്ട് തുടങ്ങിയതാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവരുടെ ആരോഗ്യം അസുഖമൊക്കെ ഉള്ള ആളായിരുന്നു. TBയുടെ അസുഖവും എല്ലാം ഉള്ള ആളായിരുന്നു. അതിൽ നിന്നെല്ലാം കരകയറി വന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ലോകത്ത് അത് കഷ്ടപ്പെടാത്ത ഇല്ല. അതുപോലെ ദുരിതം അനുഭവിച്ചു ഈ മക്കളെ വളർത്തി ഇത്രയും വലുതാക്കിയതാണ്. അതാണ് 20 വർഷം മുൻപ് ഭർത്താവ് മരണപ്പെട്ടു. 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ട കൂലിവേലയ്ക്കും വീട്ടുജോലിക്കുമൊക്കെ പോയി കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ ആരോഗ്യം ക്ഷയിച്ചു. ഇതിനിടയിലാണ് ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിന്ധു തെരുവുകളിലൂടെ അലഞ്ഞത്. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരു മകനെ MLTക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മകനാണ് അരവിന്ദ്. ആ അരവിന്ദ് BEd ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം തുടരുന്നതിനിടയിലാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ലഹരിക്കടിമയായതിനെ തുടർന്ന് പഠനം അവസാനിപ്പിക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഭാരം ചുമലിലെത്തി ആ അമ്മ മക്കളെ വളർത്തി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു മകൻ അതിദാരുണമായി ഈ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.